നമ്മുടെ ഡോഗി മക്കളെ നടത്താൻ പോകുമ്പോൾ നല്ല നീളമുള്ള ഒരു ലീഷ് തപ്പിയാണെന്ന് കിട്ടിയ ഒരു ഐറ്റാണ് ഇതാ ഈ കാണുന്ന പെറ്റ്സ് എംപയറിൻ്റെ 5 മീറ്റർ നീളമുള്ള ഡോഗ് ലീഷ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു 3 വർഷം മുമ്പ് 1200 രൂപ എടുത്ത് മേടിച്ച സാധനമാണ്. വൈ ഐ ബോട്ട് ദിസ്? എൻ്റെ ഈ ഡോഗിനെയൊക്കെ നടത്താൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള നോർമൽ ലീഷില്ലേ, അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല നീളമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡോഗ് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇതിപ്പം അത്യാവശ്യം നീളമുണ്ടെന്ന് വെച്ചോ, ഡോഗിനെ നമ്മളിങ്ങനെ കെട്ടിയിട്ടു നടന്നു പോയി കഴിയുമ്പോൾ എന്താകും, നോക്ക് ഇങ്ങനെ കുറച്ച് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിലത്തൊരു വീണ് കിടക്കും. അപ്പോൾ അവിടെ വെള്ളവും എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം. അത് ഒഴിവാക്കാനും പറ്റും. പിന്നെ മേജറായിട്ടുള്ള വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അഡ്ജസ്റ്റബിളാണ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്ക്, എനിക്ക് ഇത്രയും ദൂരം മതി, ഇത്രയും ദൂരം ഡോഗ് നടന്നാൽ മതിയെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ലോക്കായി, പിന്നെ അതിൽ കൂടുതൽ നടക്കില്ല, കണ്ടോ? അതേപോലെ തന്നെ ഇപ്പം ഡോഗ് മുമ്പോട്ട് നടക്കുക, ഞാനിങ്ങനെ കൊളുത്തി ഇവിടെ നടന്നാൽ ഇതിങ്ങനെ ഈ ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. എവിടെയാണോ നമുക്ക് ഡോഗ് നിൽക്കേണ്ടതെന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, പിന്നെ അത് വലിയൂല. ഇത് 5 മീറ്റർ വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും. ഇതായിരുന്നു എനിക്ക് വേണ്ട ഒരു റിക്വയർമെൻറ്റ്. അഫ്കോഴ്സ് ആ ഒരു റിക്വയർമെൻറ്റ് ഈ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ, ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇതിൻ്റെ കീ ഫീച്ചർ. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ അടുത്ത എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി. ഇത് ഏകദേശം ഞാനൊരു 3-4 വർഷമായി ഈ സാധനം മേടിച്ചിട്ട്. ഇപ്പോഴും കണ്ടോ, ഇതിൽ കുറേ ചെളിയുണ്ടെന്നല്ലാണ്ട് ഇതിനൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഞാൻ ആദ്യം ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ വലിയുന്ന സംഭവമില്ല, ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അല്ലെങ്കിൽ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നല്ല നരി പോലെ നിൽക്കുന്നുണ്ട് സാധനം. പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം, ഇത് ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും. എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് വെയിറ്റ് കൂടുതലാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാണ്ട് ഇത് നല്ല പിടിക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറയാൻ എനിക്ക് അധികം നെഗറ്റീവ്സ് ഇല്ല, എന്നാലും പറയാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ഹെവിയാണ്. ഹെവി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം താഴെ വേണമെന്ന് വെച്ചോ, അത് കഴിഞ്ഞ് ഓടി വന്നിട്ടങ്ങനെ നമ്മുടെ മേത്തിങ്ങനെ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും. നല്ല അത്യാവശ്യം കനമുണ്ട് ഇതിന്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡോഗിനെ ഇങ്ങനെ വിട്ടു, കുറച്ച് ദൂരം ഡോഗ് പോയി, അപ്പം വേറൊരു ഡോഗിനെയൊക്കെ കണ്ടിട്ട് ഒറ്റ ഓട്ടം ഓടുന്ന ഡോഗാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാം. കാരണം എനിക്ക് ഉറപ്പില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് കമ്പിയോ അങ്ങനത്തെ സാധനം സ്റ്റീലൊന്നുമല്ല. അപ്പോൾ കടിയൻ ഡോഗ്സൊക്കെ ആണെങ്കിൽ ഈ സാധനം കടിച്ചു പൊട്ടിക്കും. പിന്നെ എനിക്കിതിൻ്റെ ഒരു നെഗറ്റീവ് തോന്നി, ഇത് ഞാൻ കുറച്ച് നാൾ മഴയത്തൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതുണ്ട് ഇവിടെ കളറൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലപോലെ കഴുകിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പായിരുന്നു. ഒരു 3-4 വർഷം ഉപയോഗിച്ച പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇതുകൊണ്ട് ഞാൻ മേടിച്ച പർപ്പസ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നുണ്ട് ഇതിന്. പിന്നെ ഇതിന് വേറെ എനിക്ക് തോന്നിയ കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാ ലോങ് ലീഷിനുള്ളതാണ്. ഇവന്മാരിത് വെച്ചോണ്ട് കുറേ ദൂരം പോയി ഏതെങ്കിലും മരത്തിനൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് അയച്ചെടുക്കൽ, അതൊക്കെ കുറച്ച് പണിയുള്ള പരിപാടിയാണത്. വലിയ ഡോഗ്സിന് ഇത് പറ്റുമെന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞാൽ ഒരു 40-45 കിലോ ഉള്ള ഗോൾഡൻ റിട്രീവറാണ്. അതെന്നെയും വെച്ച് ഇതും പിടിച്ച് നല്ലോണം ഓടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ഇത് പൊട്ടിയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ഇവളാണ് ഇതും കൊണ്ട് ഓടുന്നത്, കണ്ടില്ലേ, ഇവളെയാണ്. ഇത് ഞാനൊരു ബെൽറ്റ് ഇടും, എന്നിട്ട് ഇവളെ കിട്ടും. ആർക്കൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഡോഗിനെ കൊണ്ട് കുറേ ദൂരം നടക്കാൻ പോകുന്ന ആൾക്കാർ, അവർക്ക് ആ ഒരു ഡോഗിൻ്റെ ലീഷിൻ്റെ ഒരു കൺട്രോൾ വേണം. അവർക്ക് പറ്റിയ ഒരു കിഡു പ്രോഡക്റ്റാണ്. ആ ഒരു സംഭവമായിരുന്നു ഞാനും നോക്കിയത്. എനിക്കത് പെർഫെക്റ്റാണിത്. പിന്നെയെന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്ത് അധികം മരങ്ങളോ പോസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇതിപ്പോൾ അവർ പോയിട്ട് ആ പോസ്റ്റിൽ ചുറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പണിയാണ് അവിടുന്ന്. പിന്നെ നമ്മളിങ്ങനെ പോയി ചുറ്റിയെടുക്കണം. അതിപ്പോൾ എല്ലാ ലോങ് ലീഷിനും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. ഞാനൊരു 3 വർഷം മുമ്പ് മേടിച്ച പ്രോഡക്റ്റാണ്. ഇത് ഇപ്പോഴും വേർത്താണോ ചോദിച്ചാൽ ഐ വിൽ സേ യെസ്, ഇപ്പോഴും ഈ സാധനം വേർത്താണ്. ദിസ് ഈസ് യുവർ റിവ്യൂ ബഡി. മാസങ്ങളോളം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓൺലൈനിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റിൻ്റെയും പക്ക റിവ്യൂവിനും ജെനുവിൻ ഫീഡ്ബാക്കിനും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എന്തായാലും പിന്നീട് ആവശ്യം വരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തോ.